നമസ്കാരം. വട്ടമേശ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മുടെ സംസ്ഥാനത്തെ സിവിൽ സർവീസിനെ കുറിച്ചാണ്. പുതുതായി അധികാരമേറ്റ മുഖ്യമന്ത്രി പിണറായി വിജയൻ സെക്രട്ടേറിയറ്റ് ജീവനക്കാരോട് നടത്തിയ പ്രസംഗം, പിന്നീട് NGO യൂണിയൻ, സംസ്ഥാനത്തെ ഇടതുപക്ഷ ജീവനക്കാരുടെ ഇടതുപക്ഷ സംഘടനയായ NGO യൂണിയൻ സംഘടിപ്പിച്ച ശില്പശാലയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന ചീഫ് സെക്രട്ടറി SM വിജയാനന്ദും നടത്തിയ പ്രസംഗങ്ങൾ, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ വട്ടമേശ ഉറക്കെ ചിന്തിക്കുകയാണ് എങ്ങനെ നമ്മുടെ സിവിൽ സർവീസിനെ നന്നാക്കാം എന്ന വലിയ ചോദ്യം. ഈ ചോദ്യം പിണറായി വിജയനോ SM വിജയാനന്ദോ ആദ്യമായി ഉന്നയിക്കുന്ന ചോദ്യമല്ല. പിണറായി വിജയനല്ല ആദ്യത്തെ മുഖ്യമന്ത്രി ഈ ചോദ്യം ഉന്നയിക്കുന്നത് എന്ന കാര്യം കൂടി ഓർക്കണം. വർഷങ്ങളായി ഒരു വിഭാഗം ആൾക്കാരെങ്കിലും വലിയ കൈക്കൂലിയുടെയും അഴിമതിയുടെയും നേതാക്കന്മാരെ വിലസുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അങ്ങനെയുള്ള സിവിൽ സർവീസിനെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതാണ് ചോദ്യം. ആ ചോദ്യം വളരെ പ്രസക്തമാണ്. സിവിൽ സർവീസിനെ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്ന ചോദ്യവും അതോടൊപ്പം നമ്മൾ ഉന്നയിക്കേണ്ടിയിരിക്കുന്നു. വട്ടമേശയിൽ പങ്കെടുക്കുന്നത് TC മാത്തുക്കുട്ടി, NGO യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി, ഡിജോ കാപ്പൻ, സാമൂഹ്യ പ്രവർത്തകൻ, ഡോക്ടർ PJ അലക്സാണ്ടർ, മുൻ കേരള GP. TC മാത്തുക്കുട്ടി, യൂണിയൻ്റെ ഒരു കാഴ്ചപ്പാട്. ഈ പിണറായി വിജയനൊക്കെ നടത്തിയ പ്രസംഗം, SM വിജയാനന്ദൻ്റെ ഹൃദയസ്പർശിയായ പ്രസംഗം, ജീവനക്കാരുടെ ഒരു ക്ലാസ് എടുക്കുന്ന പോലെയാണ് ഒരു മുതിർന്ന കേരളത്തിലെ IASൻ്റെ സിവിൽ സർവീസിനെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹം പറഞ്ഞത്. സ്വന്തം അനുഭവത്തിൽ നിന്ന്, സ്വന്തം പ്രയാസങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന്. ഇതൊക്കെ നിങ്ങൾ യൂണിയൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ജീവനക്കാരുടെ കാഴ്ചപ്പാട് എന്താണ് ഇതേക്കുറിച്ച്? അല്ല, സിവിൽ സർവീസിനെ സംബന്ധിച്ച് കേരള NGO യൂണിയൻ ഇപ്പോൾ വളരെ പ്രതീക്ഷയോടുകൂടിയുള്ള സാഹചര്യം കാണുന്നത് ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തി സർവീസിനെ മെച്ചപ്പെടുത്തുവാൻ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നു എന്നുള്ളതാണ്. ഞങ്ങളതിൽ കാണുന്നത് 1957 ഏപ്രിൽ 5 കേരളത്തിൽ EMS നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വന്നത്. ആ ഗവൺമെൻറ് യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ച നിരവധി ദർശനങ്ങളാണ് കേരളത്തിൻ്റെ മുന്നോട്ടുള്ള വികാസത്തിന് അടിസ്ഥാനമായി മാറിയത്. അതിൽ സിവിൽ സർവീസിന് നല്ലൊരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഞങ്ങൾക്കത് കാര്യത്തിൽ ഉത്തമ ബോധ്യവുമുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും, ആരോഗ്യ മേഖലയിലാണെങ്കിലും, കാർഷിക മേഖലയിലാണെങ്കിലും ഒരു വലിയ രീതിയിലേക്ക് ദീർഘവീക്ഷണ നിലപാടാണ് ആ ഭരണവ്യവസ്ഥ മുന്നോട്ട് വെച്ചത്. അതിൽ സിവിൽ സർവീസിനെ നല്ലവണ്ണം ഉപയോഗിക്കാൻ പ്രാപ്തമായ രീതിയിൽ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഭരണപരിഷ്കാര കമ്മീഷനും അതിൻ്റെ അടിസ്ഥാന EMS തന്നെ മുഖ്യമന്ത്രി തന്നെ അധ്യക്ഷനായിക്കൊണ്ട് ഭരണപരിഷ്കാര കമ്മീഷൻ നിലവിൽ വരുന്നത്. ആ ഭരണപരിഷ്കാര കമ്മീഷൻ 1958 നിലവിൽ വന്നു. അതിൻ്റെ റിപ്പോർട്ട് വന്നു. അതിൻ്റെ തുടർച്ചയായി കേരളത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പിന്നീട് 65 വെള്ളോടി കമ്മീഷൻ, 65 വെള്ളോടി കമ്മീഷൻ വന്നു. അതെ, ഭരണപരിഷ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു അടിത്തറയിട്ടൊരു തുടക്കം 1957 വന്നിരുന്നു. പക്ഷെ അന്നും EMS ഉപയോഗിച്ചൊരു വാക്കുണ്ട്, ജനങ്ങൾക്ക് വേണ്ടിയാണ് ഭരണം, ജനങ്ങളാണ് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് നിശ്ചയിക്കപ്പെടുന്നത്. ആ ഒരു വാക്ശകലത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു വാക്ശകലത്തിൻ്റെ ആവർത്തനമാണ്, ഒരു തനിയാവർത്തനമാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിട്ട് വീണ്ടും വന്നിരിക്കുന്നത്. 57 മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട് പറഞ്ഞ വാചകങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ഇപ്പോഴും പ്രസക്തമാണ്. പിണറായി വീണ്ടും അത് ആവർത്തിക്കേണ്ടി വരുന്നു എന്ന് പറയുന്നത് നിങ്ങളെ സംബന്ധിച്ച്, ജീവനക്കാരെ സംബന്ധിച്ച് അതിൻ്റെ ജീവനക്കാരുടെ ഒരു പരാജയമല്ലേ? അല്ല, ഞാൻ പറഞ്ഞു വന്നത് അവിടെ നിന്നുകൊണ്ടാണ് കേരളത്തിൻ്റെ വികസന പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിട്ടുള്ളത്. ഞാൻ ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തെ വ്യത്യസ്തമായി കേരളത്തിലെ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ എണ്ണം കൂടുതലാണ്, ജീവനക്കാരുടെ എണ്ണം ആനുപാതികമായി കൂടുതൽ. അപ്പോൾ ഞാൻ ഉദാഹരണം പറയാം. ഉത്തർപ്രദേശിൽ നമ്മൾ പറയുന്ന 82 ലോക്സഭാ മണ്ഡലം അല്ലേ, 82 ലോക്സഭാ മണ്ഡലമുണ്ട്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലമുണ്ട്. ഉത്തർപ്രദേശിലെ ഒരു കണക്ക് പലപ്പോഴും വരുന്ന സിവിൽ സർവീസ് മേഖലയിൽ 10 ലക്ഷത്തിൽ പരം സർക്കാർ ജീവനക്കാരാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഇവിടെ 5 ലക്ഷത്തിന് മേൽ, 5,19,000, കണക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം. അപ്പോൾ അത്രയും നമ്പർ കേരളത്തെ സംബന്ധിച്ച്. എന്തുകൊണ്ടാണ് കേരളത്തിൽ ഉത്തർപ്രദേശ് പോലുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയൊരു സംസ്ഥാനത്തേക്കാൾ 50% ജീവനക്കാർ ഈ പറഞ്ഞ കൊച്ചു സംസ്ഥാനത്ത് ഉണ്ടായത്? കേരളത്തിൻ്റെ സിവിൽ സർവീസ് മേഖലയിൽ ശാഖോപശാഖകളായി വളർന്നു പടർന്നു പന്തലിച്ചു. അത് കേരളത്തിൻ്റെ വികസന പരിണാമ പ്രക്രിയയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്. അതിന് ജീവനക്കാർക്ക് ഒരു റോളുണ്ട് എന്ന് തന്നെയാണ് കേരള ജീവനക്കാർ. അതിൽ നിന്നുകൊണ്ട് സർവീസിൻ്റെ കാര്യക്ഷമതയെ സംബന്ധിച്ച് ഗൗരവമായി ഞങ്ങൾ കാണുന്നുണ്ട്. അത് ഞങ്ങളുടെ സംഘടന 1962 ഒക്ടോബർ മാസം 27 രൂപം കൊള്ളുമ്പോൾ യഥാർത്ഥത്തിൽ മുന്നോട്ട് വെച്ച ദർശനങ്ങളിൽ ഒന്ന് സാമൂഹികമായി സർവീസ് ജീവനക്കാരുടെ ഉന്നമനം വേണം. അതോടൊപ്പം തന്നെ മറുവശം എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങളുടെ പക്ഷത്തു നിന്നുകൊണ്ട് ജനോപകാരപ്രദമായ രീതിയിൽ സിവിൽ സർവീസിനെ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ലക്ഷ്യം വെച്ചത്. അതിൽ ഒന്നാമത്തെ പ്രശ്നത്തിൽ 1980 ഒരു ഘട്ടം ഞങ്ങൾക്ക് എത്താൻ കഴിഞ്ഞു.
മോശമല്ലാത്തൊരു വേതന ഘടന ഈ സർവീസ് മേഖലയിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്നുകൊണ്ടാണ് NGO 1987 ഒരു പുനഃപരിശോധന നടത്തി സംഘടന രൂപീകരിച്ച് 25 വർഷം കഴിഞ്ഞപ്പോൾ എവിടെ എത്താൻ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രജൗലി സമ്മേളനത്തിൽ സംഘടന അഴിമതിരഹിതവും കാര്യക്ഷമമായ സിവിൽ സർവീസ് എന്ന ഒരു നയപ്രഖ്യാപന രേഖ അംഗീകരിച്ചുകൊണ്ട് അതിൽ നിന്നുകൊണ്ട് കുറേ പ്രവർത്തനം സിവിൽ സർവീസ് മേഖല നടത്താൻ ഞങ്ങൾ ശ്രമിച്ചു. അഴിമതിരഹിതവും വളരെ അർപ്പണബോധത്തോടുകൂടി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതുമായ ഒരു ബ്യൂറോക്രസി, ഒരു സിവിൽ സർവീസ് എന്താണ്? ബ്യൂറോക്രസി ദീർഘകാലം ബ്യൂറോക്രാറ്റ് ആയിരുന്ന ബ്യൂറോക്രസി തന്നെയല്ല. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ്മെൻറ്റിൽ പ്രൊഫസറായിരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് മാനേജ് ഡയറക്ടറായിരുന്നു. സാധാരണ ഇതിനെ പരിചയപ്പെടുന്നത് DGP എന്ന് പറയുന്ന റോള് മാത്രമായതുകൊണ്ട് ധാരാളം പബ്ലിക് അഡ്മിനിസ്ട്രേഷനെ കുറിച്ച് ക്ലാസ് എടുക്കുകയും പ്രസംഗിക്കുകയും എഴുതിയെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇദ്ദേഹം ഈ പറയുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സീരിയസ് വിയോജിപ്പുണ്ട്. 1957-58 ഭരണത്തിനോട് ആ കാലഘട്ടം മുതൽ 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ സർവീസ് വന്നു. 57 ഇടതുപക്ഷ ഗവൺമെൻറ് വരുമ്പോഴത്തേക്ക് ഞങ്ങൾക്കുണ്ടായിരുന്ന പ്രതീക്ഷകൾ, ഞാനൊരു ഇടതുപക്ഷ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടെ വന്ന ആളാണ്. വിദ്യാർത്ഥികളുടെ കാലത്ത് എന്തുകൊണ്ട് ഇന്നത്തെ മുഖ്യമന്ത്രിക്കും ഈ 3 ഇഷ്യൂ മാത്രം പറയേണ്ടി വന്നു? ഒന്ന്, സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യണം, സമയത്തിന് വന്നാൽ അവിടെ സീറ്റിലുണ്ടാവണം. ഒരു ഫയലെന്ന് പറഞ്ഞ ഒരു മനുഷ്യൻ്റെ പ്രശ്നമാണ്, സാധാരണക്കാരുടെ പ്രശ്നമാണെന്നുള്ള ഈ ഇഷ്യൂ പിന്നെയും പറയേണ്ടി വന്നത് എങ്ങനെയാണ്? മാത്തുക്കുട്ടി ഇപ്പോൾ പറഞ്ഞു ഞങ്ങൾ സംഘടനാ മൂലം. സർക്കാർ ഉദ്യോഗസ്ഥൻ തടിച്ചു കൊഴുത്തു എന്ന് പറയുന്നതിന് ഒരു സംശയമില്ല. അവർക്ക് വേണ്ട പോലെ വേതനമുണ്ട്, അവർക്ക് ശമ്പളമുണ്ട്, ബാക്കി ആനുകൂല്യങ്ങളുണ്ട്, നോൺ ക്വാണ്ടിഫൈഡ് ആൻഡ് ക്വാണ്ടിഫൈഡ് പെർക്സ് ഉണ്ട്. സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ സ്റ്റാറ്റസും പ്രസ്റ്റീജും ഒക്കെ ഉണ്ട്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ഇന്നത്തെ റേറ്റിംഗ് ഈസ് സോ ഹൈ, അബ്സൊല്യൂട്ട്ലി സോ ഹൈ. അത് ഇറ്റ് ഓൺലി ഹെൽപ്സ് ദി സിവിൽ സർവീസ്. സാധാരണക്കാരനെ എങ്ങനെ പറയും? ഞാനിപ്പോൾ അടുത്ത കാലത്ത് പറഞ്ഞ് പറയാം. ഏകദേശം 6 മാസത്തിന് മുമ്പ് എനിക്ക് നേരിട്ടറിയാവുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ്റെ മകൻ ഈസ് ഇൻ നീഡ് ഓഫ് എ പെൻഷൻ. ഞാൻ ഒരു റെപ്രസെൻറ്റേഷൻ അദ്ദേഹത്തിൻ്റെ ഇത് വാങ്ങിച്ചു കൊണ്ടുപോയി ഉമ്മൻചാണ്ടി ചീഫ് മിനിസ്റ്ററുടെ കൈ കൊടുത്തു. അദ്ദേഹം തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു, അയ്യോ ഡിസേർവിംഗ് ആണല്ലോ, 16 വർഷം സർവീസുള്ള ആളാണ്, ഡിസേർവിംഗ് ആണല്ലോ എന്ന് പറഞ്ഞു. ആ ഫയലേ കാണാനില്ല. 6 മാസമേ ഉള്ളൂ. ഇത് കേൾക്കുന്ന സെക്രട്ടറിയിലെ GAD-കാർ കേൾക്കട്ടെ. ഞാൻ തന്നെ 2ാമത്തെ പ്രാവശ്യം ഒരു ഫയൽ സ്ട്രക്ചർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ കൊണ്ട് കൊടുത്തു. അതും പോയി തിരിച്ചു വന്നു. ഇതെന്താ ഇത്? ഉമ്മൻചാണ്ടിയുടെ ജനസമ്പർക്ക പരിപാടി എന്ന് പറഞ്ഞു. സാധാരണക്കാരുടെ ഒരു ആവശ്യവും മുഖ്യമന്ത്രിയുടെ ഇടയ്ക്ക് ഭരണമില്ലേ? വകുപ്പുകളൊക്കെ എങ്ങോട്ട് പോയി? കേരളത്തിലുണ്ടായിരുന്ന വകുപ്പുകളെന്ന് പറഞ്ഞത് റവന്യൂ വകുപ്പിൽ നിന്ന് ബ്രാഞ്ച് ചെയ്ത് ഡെവലപ്പ് ചെയ്ത വകുപ്പുകളാണ്. ഏറെക്കുള്ള വകുപ്പുകളെല്ലാവരും. ധാരാളം തസ്തികകൾ, ധാരാളം വകുപ്പുകൾ ധാരാളമുണ്ട്. എന്ത് സാധിച്ചു? സാധാരണക്കാരുടെ ജീവിതത്തെ പ്രശ്നങ്ങളെ എങ്ങനെ ബാധിച്ചു? ഇവിടെ ഭൂവിതരണം കാര്യക്ഷമമായിരുന്നോ? നികുതി പിരിച്ചെടുക്കുക കാര്യക്ഷമമാണോ? കറപ്ഷൻ എന്ന് പറയുന്നത് ഈ സാധാരണ ക്ലർക്കിൻ്റെ ലെവലിൽ കിട്ടുന്ന കറപ്ഷനെ കുറിച്ചൊന്നും നമ്മളിപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ല. കൈമടക്ക് 5 രൂപ 10 രൂപ 100 രൂപയൊക്കെ വാങ്ങിക്കുന്നത് ഒരു വില്ലേജിൽ ഇത് കിട്ടാനുള്ള കടലാസുകൾ കിട്ടാനുള്ള ബുദ്ധിമുട്ട് എന്താ? പഞ്ചായത്തിൽ നിന്നുള്ളത് നമുക്ക് തൊട്ടടുത്ത സംസ്ഥാനം തമിഴ്നാട്ടിൽ കറപ്ഷൻ ഇതിനേക്കാൾ കൂടുതൽ അവിടെ ഉണ്ട് സംശയം. പക്ഷേ കാര്യം നടക്കും. വില്ലേജ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നാണ് അയാളുടെ പേര്. അയാൾക്ക് ഒരു റേഞ്ച് ഓഫ് സർട്ടിഫിക്കറ്റ്സും ബാക്കി കാര്യങ്ങൾ ഇഷ്യൂ ചെയ്യാനുള്ള അധികാരമുണ്ട്. ഇത് എത്ര പ്രാവശ്യമാണ്? കവടിയാർ വില്ലേജ് ഓഫീസിൽ ഞാൻ 6 പ്രാവശ്യം പോയി ഞാൻ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ കരം കൊടുക്കാൻ വേണ്ടി. എന്തിന് ഞാൻ 6 മാസം പോകണം? കരം എൻ്റെ വീട്ടിൽ വന്ന് വാങ്ങിക്കണ്ടേ? സർക്കാരിന് കിട്ടാനുള്ള പണമല്ലേ? ഇപ്പോൾ നോക്കൂ, മുനിസിപ്പൽ കോർപ്പറേഷനിലും പഞ്ചായത്തിലൊക്കെ ഉള്ള വീടുകളുടെ നികുതി എന്തുകൊണ്ട് വാങ്ങിക്കുന്നില്ല? എന്തുകൊണ്ട് പോയി വാങ്ങിക്കുന്നില്ല? സർക്കാരിൻ്റെ സ്ഥലം കൈയേറുക ആളുകൾ. ഞാനിപ്പോൾ മത്തുക്കുട്ടിയോട് ഇപ്പോൾ പറഞ്ഞതാണ്, ഞാനൊക്കെ വളർന്നു വന്ന ഒരു കൊച്ചു ഗ്രാമത്തിൽ സർക്കാരിൻ്റെ ഒരു മരം മുറിച്ചാൽ അതറിയുമായിരുന്നു, നടപടി എടുക്കുമായിരുന്നു, അത് കൺസേർവ് ചെയ്യായിരുന്നു. ബിക്കോസ് ഇത് പബ്ലിക് പ്രോപ്പർട്ടി. ഇപ്പോൾ ആളുകൾ കയറുക, തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകൾ കാശ് കൊടുത്ത് ആളുകളെ കയറ്റുക, ഫോറസ്റ്റ് എല്ലാം മുറിച്ച് കൈവശപ്പെടുത്തുക, അത് പിന്നെ പതിച്ചെടുക്കുക. 87 വരെ കൈയേറുകയല്ലേ പോയിച്ചോളൂ. എന്താ സാങ്ക്ടിറ്റി? 87 സാങ്ക്ടിറ്റി എന്താ? എയ്തർ യു സേ കൈയേറിയതിന് കൊടുക്കില്ല, അല്ലെങ്കിൽ കൊടുക്കാൻ തീരുമാനിക്കുക. ഒരു പ്രാവശ്യം കൊടുത്ത് പട്ടയം വാങ്ങിച്ച് കൊടുത്ത് അല്ലെങ്കിൽ വിറ്റിട്ട് പിന്നെ അടുത്ത പ്രാവശ്യത്തേക്ക് കയറി ഇതൊരു കൃഷിയായിട്ട് അങ്ങോട്ട് പോവുക. ഇതൊക്കെ ഈ സർക്കാർ ഉദ്യോഗസ്ഥൻ അറിയാതെയാണോ? ഈ റോഡിൽ കൂടെ പോകും. എന്താ ഈ റോഡ് ഇങ്ങനെ ആകുന്നത്? അട്ടപ്പാടിയിൽ തുടങ്ങിയുള്ള ട്രൈബൽ മേഖല കെട്ടിടങ്ങളിലേക്ക് പോയി നോക്കൂ. ഞാൻ 65 കാലം മുതൽ അട്ടപ്പാടിയിലെ ബിൽഡിങ്ങിനെ കുറിച്ച് പരാതി പറയാൻ തുടങ്ങിയതാണ്. നമ്മളുണ്ടാക്കിയതിന് കെട്ടിടം നിൽക്കുന്ന ആ ജീവിതം അത്രയും ദൈർഘ്യം വേണ്ടേ? അപ്പോൾ ഇത് എവിടെയോ ഒരിടത്ത് സർക്കാർ ഉദ്യോഗസ്ഥൻ സ്വന്തം കാര്യങ്ങൾ നോക്കാനായിട്ട്
മാത്രം സെൽഫ് സെർവിങ് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. സർവീസിലേക്ക് കയറി വരുന്ന ഒരാൾക്ക് കൊടുക്കുന്ന പരിശീലനം, അയാളെ ഇവാലുവേറ്റ് ചെയ്യുന്ന സമ്പ്രദായം, അയാളുടെ വർക്ക് മോശമാണ് അയാളെ പറഞ്ഞു വിടാനുള്ളൊരു സംവിധാനം. അവിടെ യൂണിയൻകാരൊക്കെ ഒരാളെ പറഞ്ഞു വിടാൻ ഒക്കില്ല എന്ന് പറയും. ഇപ്പോൾ IMG തന്നെ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് തന്നെ ട്രെയിനിങ് കൊടുക്കുന്നതായിരുന്നു. സെക്രട്ടേറിയറ്റ് ആളുകളെ എല്ലാം അങ്ങോട്ട് ഡെപ്യൂട്ടേഷൻ കൊണ്ടുവന്നു. സെക്രട്ടേറിയറ്റ് ഇരിക്കുന്ന ആൾക്ക് അറിയാവുന്ന കാര്യം പഠിപ്പിക്കാനല്ല IMG വാസ് ഫോർ ഇൻട്രൊഡ്യൂസിങ് ന്യൂ കോൺസെപ്റ്റ്സ്, ന്യൂ ഐഡിയാസ്, ന്യൂ സിസ്റ്റംസ്, ന്യൂ പ്രൊസീജിയേഴ്സ്. അതൊന്നും ചെയ്യാതെ നമ്മളിത് വെറുതെയാണ്. എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരാളാണ് പിണറായി വിജയൻ. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഇത് നടക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കാര്യം മാത്രം, ദി നമ്പർ ഓഫ് സിവിൽ സർവൻസ് വളരെ കൂടി, ഇനിയെങ്കിലും അത് കൂട്ടരുത്. എ ഫാറ്റ് ഒബ്സോളസെൻറ്റ് സിവിൽ സർവീസ്, എഫിഷ്യൻ്റ് ആയിരിക്കണം. എവിടെയെങ്കിലും ഇവാലുവേഷൻ വേണം, പണി കൊടുക്കാത്തവരെ കളയണം. ഇതില്ലാന്ന് തുടങ്ങി. ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ചെയ്യുന്നത് എന്താ? 22 പണി കൊടുക്കാത്തവരെ മാത്രമല്ല, കൈക്കൂലി വാങ്ങിക്കുന്നവരെ ചെയ്യുന്നവരാണ് കൈക്കൂലി. അങ്ങനെയല്ല, അങ്ങനെ കമ്മീഷനും ഓമിഷനും ഉണ്ട്. ചെയ്യാതിരുന്നിട്ട് മൂവ്മെൻറ്റ് ഞാൻ ഇനി അടുത്ത പ്രാവശ്യം എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ പറയാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് 100% നമ്മൾ മുഖ്യമന്ത്രിയെ സപ്പോർട്ട് ചെയ്യണം ഇക്കാര്യത്തിൽ, മുഴുവൻ. എന്നാൽ ജനങ്ങൾ, അവർക്ക് റൈറ്റ്സ് ഉണ്ട്, അവരുടെ റൈറ്റ്സ് ആണ് ടു ഗെറ്റ് സോ മെനി സർവീസ് ഫോർ ദ ഗവൺമെൻറ് എന്നൊക്കെ പറഞ്ഞല്ലോ, നമ്മൾ പറഞ്ഞല്ലോ. എന്നോട് കൈക്കൂലി ചോദിച്ചു എന്ന് പുറത്ത് പറയാൻ ധൈര്യമുള്ള ഒരു ജനങ്ങളിവിടെ വരണം. എൻ്റെ ഫയൽ നീങ്ങുന്നില്ല എന്ന് പുറത്ത് പറഞ്ഞു. ഇപ്പോൾ ഒരു ചെറിയ കേസ് വരികയാണെങ്കിൽ തന്നെ നമ്മൾ മീഡിയയിൽ പോയി പറയുന്നില്ലേ? ഞാനിപ്പോൾ പറഞ്ഞത് കവടിയാർ പോസ്റ്റ് വില്ലേജ് ഓഫീസിൻ്റെ കാര്യവും മറ്റേ ഈ പെൻഷൻ്റെ കാര്യം ഞാൻ പറഞ്ഞു, ജനങ്ങൾ അറിയാൻ വേണ്ടിയാണ്. കാര്യക്ഷമത, അഴിമതിരഹിത ബ്യൂറോക്രസി. ഞാൻ ബഹുമാനപ്പെട്ട അലക്സാണ്ടർ സാർ പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങാം. കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ 100%അല്ല 101% പിന്തുണയ്ക്കുവാണ് ഞങ്ങൾ. കാരണം ഞങ്ങൾ കോട്ടയത്തെ ഒരു ചെറിയ NGO 90കൾ മുതൽ പറയുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഇങ്ങനെ പോയാൽ കേരളത്തിൽ കടം മേടിച്ച് മുടിയും, പ്രത്യേകിച്ച് അന്ന് ഞങ്ങൾ കൂടുതൽ പഠിച്ച KSRTCയിൽ ശമ്പളവും പെൻഷനും മുടങ്ങും എന്ന് പറഞ്ഞപ്പം മാത്തുക്കുട്ടിയല്ല, ആ സംഘടനയുടെ യൂണിയൻ്റെ സെക്രട്ടറി എന്നെ അന്നൊരു ചാനലിൽ നിന്ന് അപമാനിച്ചു വിട്ടതാണ്. ഞങ്ങൾ സമരം ചെയ്ത് നേടിയെടുത്താൽ ഞങ്ങൾക്കൊന്നും മുടങ്ങിയാലെന്ന് പറഞ്ഞു. ഞാനിപ്പോൾ അവർക്ക് മുടങ്ങിയത് സന്തോഷമായിട്ട് പറയല്ല, ദുഃഖമുണ്ട്. നമ്മുടെയൊക്കെ ബന്ധുക്കളും ഒക്കെ അതിനകത്തുണ്ട്. ഇതെന്താണ്? എന്തായാലും അറിഞ്ഞിട്ട് ഒരു പേരാണ് ചുവപ്പ് നാട. ആ പേര് ഇട്ടവരൊക്കെ എന്താണേലും ഒരു നമോഭാഗം. കേരളത്തിൽ എവിടെയാണ് ഇപ്പം സെക്രട്ടേറിയറ്റിനെ കുറിച്ച് മാത്രമല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത്. സെക്രട്ടേറിയറ്റിനെ കുറിച്ച് എനിക്ക് ഒരു പോസിറ്റീവായിട്ടും പറയാനുണ്ട്. അവിടെ ഇതുവരെയായിട്ട് ഒരു കൈക്കൂലി കൊടുത്തിട്ട് ഒരു കാര്യങ്ങൾ ചെയ്തതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. എവിടെയാണ് പ്രശ്നം? സാറ് പറഞ്ഞ പോലെ വില്ലേജ് പഞ്ചായത്തിലൊക്കെ 1 അല്ല 2 പ്രാവശ്യം പോയിട്ടുള്ളവർ മുഖ്യമന്ത്രിയെ പൂവിട്ടു. കാണുമായിരിക്കാം, പക്ഷേ അതാ പറഞ്ഞത് ജീവനക്കാരുടെ ഇടയ്ക്ക് അതാണല്ലോ. നമ്മൾ ജീവനക്കാരെ കുറിച്ചാണ് പറയുന്നത്. നമ്മള് ഇൻസ്പെക്ടറും അതുപോലെയുള്ള താഴോട്ടുള്ള കാര്യങ്ങൾ എത്രങ്കായാലും ഒന്നും ഇപ്പം ഡിസ്കസ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തായാലും ഇക്കാര്യത്തിൽ ആ ഒരു ഇതുണ്ട്. പിന്നെ സാറ് പറഞ്ഞു ഇവാലുവേഷൻ. ഇവിടെ ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ലല്ലോ. അത് ഏത് മേഖലയിൽ, സെക്രട്ടേറിയറ്റിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഏതെങ്കിലും മാനേജ്മെൻറ്റിന് പണം കൊടുത്ത് കയറിയാലും പ്രൊഫസറായിട്ട് റിട്ടയർ ചെയ്യും. എൻ്റെ കൂടെ പഠിച്ച ഒരാൾ അടുത്ത കാലത്ത് ഫ്രാൻസിസ് വന്നു. അദ്ദേഹം പറഞ്ഞു ഫ്രാൻസിൽ അധ്യാപകനായിട്ട് ജോലിക്ക് കയറുന്നതിലെ 20% ആളുകളെ പ്രൊഫസറാവുന്നുള്ളൂ. ബാക്കിയുള്ളവനെ കൊള്ളാതാകുമ്പം പിള്ളേരും ഒക്കെ ഇവാലുവേറ്റ് ചെയ്തിട്ടാവും പെറോട്ട അടിക്കാനൊക്കെ പോകും. ഇവിടെ അങ്ങനെ അല്ലല്ലോ. ഇവിടുത്തെ സ്ഥിതി എന്ന് പറയുന്നാൽ ഒരുത്തൻ കോളേജ് പഠിപ്പിക്കാൻ കയറിയാൽ പ്രൊഫസറായി 56ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യും. നികുതി പണം കയറിയ ശമ്പളത്തിൻ്റെ 3 ഇരട്ടി ജനങ്ങൾ കൊടുക്കേണ്ടി വരും. അതാണ് ഇവിടെ. അപ്പം ഇവിടെ എന്താണ് ജനങ്ങൾ അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട ചീഫ് സെക്രട്ടറി പറഞ്ഞല്ലോ, ഒരു ചീഫ് സെക്രട്ടറി അല്ലാതെ ഒരു സർക്കാർ ഓഫീസിൽ കയറി ചെല്ലുന്ന കാര്യം ഓർക്കുമ്പോൾ എനിക്ക് പേടിയാന്ന് പറഞ്ഞു. കേരളത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ടി വന്നെങ്കിൽ എന്താ പ്രശ്നം? ഇവിടെ എത്ര സമയം ആരെല്ലാം ജോലി ചെയ്യുന്നുണ്ട്. മാത്തുക്കുട്ടി സമ്മതിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു കാര്യം പറയാം. ഇവിടെ 148 ദിവസം അവധിയാണ്. അതുകൊണ്ട് ഇവർക്ക് ജോലി ചെയ്യാൻ നേരം കിട്ടുന്നില്ല. ഞാനിത് വെറുതെ പറഞ്ഞതല്ല. കലണ്ടറിൽ ചുമന്ന അവധി 85 അവധിയാണല്ലോ. കാഷ്വൽ ലീവ് അവരുടെ അവകാശപ്പെട്ടതായിരിക്കാം, അവധിയാണല്ലോ. കമ്മിറ്റഡ് ലീവ് 10 അവധിയാണല്ലോ. പിന്നെ ഉണ്ട് ഒരു 33 ഏൺ ലീവ്. അത് വിൽക്കുമോ? ഇവർ ലീവ് വിൽക്കാനുള്ളതാണ്. ഞാൻ കുറ്റം പറയല്ല, ലീവ് വിൽക്കാനുള്ളതാണോ? അവനവൻ്റെ ആവശ്യ കാര്യങ്ങൾക്കൊക്കെ. ഞാൻ സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനൊന്നും എതിരല്ല. നല്ല ശമ്പളം കൊടുക്കണം. ഒരുത്തൻ ചെറുപ്പത്തിൽ ജോലിക്ക് കയറുമ്പോൾ അവനൊരു ശമ്പളം, അത് കഴിയുമ്പം വിവാഹം കഴിക്കുമ്പോൾ ചിലവ് കൂടും, ശമ്പളം കൂട്ടിക്കോട്ടെ. മക്കളെ പഠിപ്പിക്കാൻ ശമ്പളം കൂട്ടിക്കോട്ടെ. അത് കഴിയുമ്പോൾ അവനൊരു വാഹനം മേടിക്കണം, ബസ്സുകൾ ഭാര്യയും പിള്ളേരുമായിട്ട് തൂങ്ങി ലോൺ വേണമെങ്കിൽ സൗജന്യം നിരക്കി കൊടുക്കട്ടെ. അത് കഴിഞ്ഞ് വീട് വെക്കാൻ കൊടുത്തോട്ടെ. പക്ഷേ ഇവൻ റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ അവൻ്റെ മക്കൾ പഠിച്ചൊരു നിലയിലായി കഴിയും. അവന് സ്വന്തമായി വീടുണ്ട്, വാഹനമുണ്ട്. പിന്നെ എന്തിനാ ഇൻകം ടാക്സ് കൊടുക്കുന്ന
പണം? ഈ 40,000 50,000 ഒക്കെ ഇത് കേരളത്തിൻ്റെ മാത്രമല്ല. എനിക്ക് അതിനകത്ത് ഏറ്റവും പറയാനുള്ളത്, ഇപ്പോൾ അലക്സാണ്ടർ സാറ് DGP ആയതിനു ശേഷം അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സെയിൽ ടാക്സിൽ ഒരു ഉദാഹരണം പറയാം. സെയിൽ ടാക്സിൽ നിന്ന് റിട്ടയർ ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ മുഴുവൻ LLB എടുക്കും. എന്നിട്ട് ഇവർ റിട്ടയർ ചെയ്തേച്ചിട്ട് ഇവരുടെ താഴെയുള്ള കച്ചവടക്കാരുണ്ടല്ലോ അവരെയൊക്കെ വിളിക്കും. എന്തിനാ ഇത്രയും പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവിടെ ഇരുന്നുകൊണ്ട് എങ്ങനെ സർക്കാരിന് പണം കൊടുക്കാതെ ഇരിക്കാം? ആ റവന്യൂ വരുന്നതാണല്ലോ പിറ്റേ മാസം പെൻഷൻ മേടിക്കേണ്ടത്. ഈ പെൻഷൻ മേടിക്കുന്നതിന് ഒരു ഉളിപ്പും, ആ വാക്ക് ഞാൻ പ്രയോഗിക്കുന്നത്, ഈ സർക്കാരിന് കിട്ടേണ്ട പണം കിട്ടാതെ കിട്ടാതെ ആക്കാൻ നമ്മുടെ കച്ചവടക്കാരുടെ കയ്യിൽ നിന്ന് പണം മേടിക്കുന്നു. അതിനുശേഷം എല്ലാ മാസവും പോയി 30-40 അതിനുള്ള ശേഷി കേരളത്തിലെ ജനങ്ങൾക്കില്ല. ഇവിടെ ഇന്നലെ കഴിഞ്ഞ ദിവസം വന്നല്ലോ കേരളത്തിലെ കർഷകരുടെ കണക്ക്. കർഷകർ കഴിഞ്ഞ 5-6 വർഷമായി കടത്തിലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏത് കൃഷിയും. അപ്പം അങ്ങനെയുള്ള ഒരു കേരളത്തിലെ ജനസമൂഹത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഞങ്ങളുടെയൊക്കെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരിയിട്ടാണ് ഇപ്പം ഭൂനികുതി, സാറ് പറഞ്ഞു ഭൂനികുതി കൂട്ടിയില്ലെന്ന്. സാറ് അറിയാഞ്ഞിട്ട് 5 ഇരട്ടി കൂട്ടിയത് 5 ഇരട്ടി. എന്തിനാണെന്നറിയോ? ഈ ശമ്പള പരിഷ്കരണ കമ്മീഷൻ റിപ്പോർട്ട് വരും, അത് വരുമ്പോൾ ഖജനാവിൽ പണമില്ലെന്ന് വരും എന്ന് മുൻകൂട്ടി അറിയാവുന്നത് കൊണ്ട് 5 ഇരട്ടി ഒറ്റയടിക്ക് കൂട്ടിയിരിക്കുക. ഞാൻ പറഞ്ഞു വന്നത് ഇവർക്ക് ശമ്പളവും ഇതുമൊക്കെ കൂട്ടിക്കോ. പക്ഷേ അതിന്റെ റിട്ടേൺ ഒരു കാര്യത്തിന് ഒരു ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നാളെ വാ എന്നല്ലാതെ എത്ര പേര് പറയുന്നുണ്ട് നാളെ വാ. പക്ഷേ ഞാനിത് പറഞ്ഞല്ലോ, ഇത് പറഞ്ഞെങ്കിലും പൂഞ്ഞാർ തെക്കേക്കരയിലെ വില്ലേജ് ഓഫീസർക്ക് പ്രൊമോഷൻ കിട്ടിയപ്പം അദ്ദേഹത്തിൻ്റെ സെൻഡ് ഓഫിന് 2000 പേരാണ് പങ്കെടുത്തത്. ഞാൻ അന്വേഷിച്ചു ഇതെന്താന്ന്. അദ്ദേഹം രാവിലെ 9:50 ഓഫീസിൽ ചെല്ലും. വരുന്ന എല്ലാവരോടും സൗമ്യ എന്താ വന്നേ, 95% ആളുകളുടെ കാര്യവും 1 മണിക്കൂർ 2 മണിക്കൂറിനകം അദ്ദേഹം ഇത് ചെയ്തു കൊടുത്തു വിടും. എല്ലാവരോടും സൗമ്യമായി പെരുമാറും. എന്തോ അദ്ദേഹം പീരുമേട് ഇപ്പൊ എനിക്ക് ഒന്ന് BDO ആയിട്ട് പ്രൊമോഷൻ കിട്ടി, മത്തായി എന്ന് പറയുന്ന ആൾ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള ആളുകളെ ഉള്ളം കയ്യിൽ കൊണ്ടു നടക്കും. മാധുക്കുട്ടി, ഇതൊന്നും യൂണിയന്റെ പ്രശ്നമല്ല, ഇതൊക്കെ വ്യക്തിപരമായ ചില ഇല്ലെങ്കിൽ എനിക്ക് എന്റെ തടിക്ക് എനിക്ക് തടിക്ക് കേടി വരില്ലെങ്കിൽ ഞാൻ പണിയെടുക്കില്ല. നത്തിങ് ഈസ് ഡൺ അണ്ടർ ദ സൺ അൺലെസ് ഇറ്റ് ഈസ് സൂപ്പർവൈസ്ഡ്. അല്ല, ജീവനക്കാരെ സംബന്ധിച്ചാൽ കാപ്പൻ പറഞ്ഞു വിൽപ്പന നികുതി വകുപ്പിലെ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു ഒരു വശത്തൂടെ ഒരു ആക്ഷേപമാണ് പറഞ്ഞു. മറുവശത്തൂടെ 2006, 2010 കേരളത്തിൽ ഏറ്റവും കൂടുതൽ അഭിമാനകരമായ സിവിൽ സർവീസിന് ഉയർത്തിക്കാട്ടുക വിൽപ്പന വകുപ്പിലെ ജീവനക്കാരെയാണ്. കാരണം ഇപ്പോൾ വാളയാർ മിഷൻ പോലുള്ള പ്രോജക്റ്റ് യഥാർത്ഥത്തിൽ ജനശ്രദ്ധ ഏറ്റവും വലിയ പിടിച്ചു പറ്റിയതാണ്. കാരണം വെച്ചാൽ വാളയാർ മിഷനെ സംബന്ധിച്ചല്ല, വാളയാർ ചെക്ക് പോസ്റ്റിനെ സംബന്ധിച്ച് കേരളത്തിൻ്റെ പൊതുസമൂഹത്തിലുണ്ടാകുന്ന കൺസെപ്റ്റ് എന്താ? വാണിജ്യ വകുപ്പ് ജീവനക്കാരെ സംബന്ധിച്ച് വാളയാർ ചെക്ക് പോസ്റ്റിലേക്ക് ഒരു നിയമനത്തെ സംബന്ധിച്ച് 10,000 കൈക്കൂലി കൊടുക്കുന്ന ആക്ഷേപം പോലും സിവിൽ സർവീസ് മേഖല നിലനിന്നിരുന്നതാണ്, ജനസംസാരമായിരുന്നു. പക്ഷേ അവിടെ സത്യസന്ധമായ രീതിയിൽ ആത്മാർത്ഥത്തോടെ ജോലി ചെയ്യാൻ ജീവനക്കാർ സന്നദ്ധമായി എന്ന് മാത്രമല്ല, അതിന് ജീവനക്കാരെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ഭരണ വ്യവസ്ഥയും ഉണ്ടായിരുന്നു. ഭരണ സംവിധാനത്തിൻ്റെ ഒരു സംരക്ഷണമാണ് അവിടെ ഉയർന്നു കണ്ടത്. ആ ഭരണ സംവിധാനത്തിൻ്റെ സംരക്ഷണം ഉണ്ടെങ്കിൽ എത്രയോ മെച്ചപ്പെട്ട ഈ ജോലിയെടുക്കാൻ ജീവനക്കാർ സന്നദ്ധരാണ്. നിരവധി ഉദാഹരണങ്ങൾ സിവിൽ സർവീസ് മേഖലയെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കും. ഞാൻ വാളയാർ മിഷൻ മാത്രമല്ല പറയുന്നത്. നിങ്ങളുടെ യൂണിയനെ സംബന്ധിച്ചിടത്തോളം ഡോണ്ട് യു ഹാവ് എ റെസ്പോൺസിബിലിറ്റി സീ ദാറ്റ് മെമ്പേഴ്സ് ഓഫ് ദ യൂണിയൻ ആർ നോട്ട് കറപ്റ്റ്? അവരവിടെ വർക്ക് ചെയ്യുന്നവർ അതുകൂടെ പഠിപ്പിക്കണ്ടേ? ഈ യൂണിയൻ എന്ന ഒരു ആശയം വന്ന യൂണിയൻ എന്ന് പറയുന്ന ആശയം ആദ്യം യൂണിയൻകാര് ആനുകൂല്യങ്ങളെ കുറിച്ച് പഠിപ്പിക്കും. അല്ല, അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ കുറച്ചുകൂടെ ഗൗരവത്തിൽ പഠിക്കാൻ. ഞാനൊരു കാര്യം അഭിമാനോത്സവം ഞാനൊരു വിഷയം ഞാൻ പറയാം. ഈ ട്രേഡ് യൂണിയൻസ് എന്ന് പറഞ്ഞതിൻ്റെ ആദ്യം വന്നിരുന്ന നമ്മുടെ സിൻഡിക്കേറ്റും അങ്ങനെയുള്ള വന്നിരുന്ന കാലത്ത് ക്വാളിറ്റി ഓഫ് ദ വർക്ക് ലൂംസ് അല്ലെങ്കിൽ വർക്കേഴ്സ് ചെയ്യുന്ന അവരുടെ ക്വാളിറ്റി ഓഫ് വർക്കിനകത്ത് ഒരു കോംപ്രമൈസ് ഇല്ല. ആ ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഈ ഗിൽഡിനകത്ത് അവർക്ക് മെമ്പർഷിപ്പ് ഉണ്ടാകത്തുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഈ പോലീസ് അസോസിയേഷൻ ഉണ്ട കാലത്ത് ഞാൻ അസോസിയേഷൻകാരോട് ചോദിച്ചതാണ്, നിങ്ങളുടെ അസോസിയേഷൻ വന്നു കഴിഞ്ഞാൽ ഉടനെ വിൽ യു സ്റ്റാർട്ട് ലുക്കിംഗ് വിത്തിൻ യുവർ സെൽഫ്? നിങ്ങളുടെ പൂച്ചമാത്തുവിനെയും കരടി ഇയാളെ അത് മാറ്റിക്കളഞ്ഞതിന് ശേഷം ആളുകളെ ഉപദ്രവിക്കാതെ കാശ് വാങ്ങിക്കാതെ അങ്ങനെ ചെയ്യുന്ന ആളുകളെ നിങ്ങൾ ശാസിക്കുകയും നിങ്ങൾ റിപ്രമെൻറ്റ് ചെയ്യുന്ന വിൽ ദർ ബി എൻ ഇൻറ്റേർണൽ റിഫോം കമ്മിങ് ഇൻ ഫ്രം ദ യൂണിയൻസ്? ആ ഒരു ഭാഗം ഇതുവരെ നമ്മൾ എംഫസൈസ് ചെയ്തിട്ടില്ല. പറഞ്ഞ പോലെ അങ്ങനെയുള്ളവരെ പ്രൊട്ടക്ട് ചെയ്യാൻ തീർച്ചയായിട്ടും. കാരണം വെച്ചാൽ ഞാൻ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ മേജർ സംഘടനയാണ് കേരള യൂണിയൻ. ബഹുഭൂരിപക്ഷം ജീവനക്കാർ
മുഴുവൻ എൻ്റെ മെമ്പർഷിപ്പിലെ ഈ സർവീസിൻ്റെ ഭാഗമായി ഈ സർവീസിനെ പബ്ലിക്കിനെ താല്പര്യത്തോടുകൂടി എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിമർശനം ഞങ്ങൾ സ്വയം ഏൽക്കുന്നുണ്ട്. പക്ഷേ അതിന് നേതൃത്വമായ പങ്ക് വഹിക്കുമ്പോൾ ഒരു വലിയ നിര പ്രവർത്തകരെ ഇതിനെ പൂർണ്ണമായ രീതിയിൽ ഇൻവോൾവ് ചെയ്യിക്കാൻ 10 പൈസ വാങ്ങാത്ത, മറ്റ് സാമൂഹ്യമായ രീതിയിലേക്കുള്ള അവമതിപ്പില്ലാത്ത ഒരു വലിയ നിരയെ സൃഷ്ടിച്ചെടുക്കാൻ ഞങ്ങൾ കഴിയുന്നുണ്ട്. മാത്രവുമല്ല, ഞങ്ങൾ ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് മുന്നിൽ അഭിമാനപുരസ്സരം പറയുന്നത് കേരള എൻജിഒ യൂണിയൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവർത്തകർ ഇത്തരം പ്രവർത്തികൾക്ക് അതീതരായി നിൽക്കുന്ന ആരെങ്കിലും നിങ്ങൾ ചൂണ്ടിക്കാണിച്ചാൽ ഒരു നിമിഷം പോലും ഈ സംഘടനയിൽ നിന്നല്ല സർക്കാർ സംവിധാനത്തിൻ്റെ ഭാഗമായി പോലും അത്തരം ആളുകളെ പുറത്താക്കാൻ ഞങ്ങൾ നേതൃത്വമായ ഞാനൊരു കാര്യം കൂടി ചോദിക്കും. കേരളത്തിലെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ അതുപോലെ ചില ഡിപ്പാർട്ട്മെൻറ്റ് കഴിഞ്ഞാൽ നമ്മൾ PSC വഴി റിക്രൂട്ട് ചെയ്യുന്ന ഒരാളിനെ സ്ട്രേറ്റ് വേ ജോലിക്ക് അങ്ങ് വിടുക. യെസ്, എക്സൈസ്, കമേഴ്ഷ്യൽ ടാക്സിനൊക്കെ വീട് സെർച്ച് ചെയ്യാനും സീസ് ചെയ്യാനും പവേഴ്സ് ഉണ്ട്. സാധാരണക്കാരൻ്റെ സിവിൽ റൈറ്റ്സിനെ അഫക്റ്റ് ചെയ്യണം. ഒരു ട്രെയിനിങ് ഏജൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് ജോലി ചെയ്യേണ്ടത് എന്ന് പറഞ്ഞൊരു കോഴ്സ് കൊടുക്കാതെ അവരെ സർവീസിലേക്ക് കയറ്റി വിടുന്നത് ശരിയാണോ? അല്ലല്ല, അത് ഒരു സരസമായി പറഞ്ഞാൽ ഞാൻ പറയാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൽ ഞാൻ പ്രൊഫസറും ഡയറക്ടറും ഒക്കെ ഇരുന്ന കാലത്ത് ഞങ്ങളുടെ എംഫസിസ് ഫസ്റ്റ് സീ ദാറ്റ് അത് മിസ്റ്റർ ബഷീർ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. അദ്ദേഹം ആദ്യം ഞങ്ങളോട് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിനെ പഠിപ്പിക്കണം. വിൽ യു റൺ എ കോഴ്സ് ഫോർ ദം എന്ന് ചോദിച്ചാൽ ഐ വാസ് എക്സിലറേറ്റഡ്, സന്തോഷമായിരിക്കും. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരാൾ വന്നല്ലോ എന്ന് വരും. അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താ പഠിപ്പിക്കേണ്ടതെന്നൊരു ഇത് കൊടുക്കണ്ടേ, എന്ത് ചെയ്യരുത്, എന്ത് ചെയ്യണം, ഒരു ഫയൽ എന്താണെന്നുള്ളവരും കൂടെ മനസ്സിലാക്കണ്ടേ. രണ്ടാമത് നിങ്ങൾ മുൻകെടുത്ത് ഇതിനും വേണ്ടി ഫയൽ വേണം, ഈ മെയിലും ഈ അഡ്മിനിസ്ട്രേഷൻ വരുന്നതാണ്, ഇതിനും വേണ്ടി ഫയലും ഇതിനും വേണ്ടി കൺകറിങ്ങും ഒക്കെ ആവശ്യമുണ്ടോ? ഒരു ഫയലിൻ്റെ മുകളിൽ എൻ്റെ കയ്യിലുള്ള ഒരു ഫയൽ ഞാനിപ്പോൾ ഒരെണ്ണം കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു ഫയലിൽ 6 പേര് ഒപ്പിട്ടിരുന്നിട്ട് ഒന്നും എഴുതിയിട്ടില്ല. 6 ഒപ്പതിനകത്ത് നയനാർ മുഖ്യമന്ത്രിയായി വന്നപ്പം ഈ നമ്മുടെ ഞങ്ങളിത് കൃത്യം ഓർക്കുന്നതുകൊണ്ട് പഠിക്കുന്നതാണ്. ഈ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ ആദ്യത്തെ യോഗത്തിൽ അന്ന് പറഞ്ഞു നമുക്ക് ഈ ഫയൽ ഇങ്ങനെ പോകാം, ജമ്പിങ് സിസ്റ്റം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. ജമ്പിങ് അന്ന് അദ്ദേഹം പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും ജമ്പിങ് എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഒരു സെക്ഷൻ ക്ലർക്ക് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ കണ്ട് അണ്ടർ സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറി അങ്ങ് ചെന്ന് ചീഫ് സെക്രട്ടറി വരാൻ പോകുന്ന കണ്ടിട്ട് പിന്നെ അത് ഓർഡർ ആയി കഴിഞ്ഞിട്ട് അതേ റൂട്ടിൽ കൂടെ തിരിച്ചു വരുക. ഈ സാറ് പറഞ്ഞില്ല ആദ്യത്തെ ഇപ്പം മന്ത്രിക്ക് ഒരെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ പുട്ടപ്പ് എന്ന് മാത്രം അദ്ദേഹം എഴുതും, പുട്ടപ്പ്. അത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ പോവുക. ഇതെല്ലാം ഓരോരുത്തരും ഓരോ ഇനിഷ്യൽ വരയ്ക്കുക. എന്തിനാണെന്നറിയോ? അത് മാത്തക്കൂട്ടി ചോദിച്ചാലല്ലേ ഞാൻ പറയാം. തസ്തിക ഉണ്ടാക്കി പ്രൊമോഷന് വേണ്ടി മാത്രമാണ്. ഗ്രേഡ് കൊടുത്തോട്ടെ, നമുക്ക് അഭിപ്രായവ്യത്യാസമില്ല. പക്ഷെ അതുകൊണ്ട് എത്ര ദിവസമാണ് ഒരാള് നായനാരുടെ കാലത്തും മിസ്റ്റർ കരുണാകരൻ്റെ കാലത്തും ഒക്കെ വി യൂസ് ടു ഹാവ് എ സിസ്റ്റം കോൾഡ് സിംഗിൾ ഫയൽ സിസ്റ്റം. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫയൽ കൊണ്ട് ഞങ്ങൾ നേരെ ചീഫ് സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, ഹോം സെക്രട്ടറി മുറിലോട്ട് ചെല്ലും. അവരോട് സംസാരിച്ചിട്ട് നേരത്തെ മിനിസ്റ്റർ ഔട്ട് ചെയ്യും, തിരിച്ചു വരും. രജിസ്ട്രേഷൻ വകുപ്പ് മുതൽ പോലീസ് വരെയുള്ള കേരളത്തിൻ്റെ സിവിൽ സർവീസ് നന്നാകുമോ എന്നാണ് വട്ടമേശ ചോദിക്കുന്നത്. പിണറായി വിജയനോടും ചീഫ് സെക്രട്ടറി SM വിജയാനന്ദനോടുമൊപ്പം വട്ടമേശ ചർച്ചയുടെ അടുത്ത എപ്പിസോഡ് ഇതേ സമയം അടുത്ത ആഴ്ച ഇതേ സമയത്ത്.